സീരിയൽ സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായ കുട്ടി അഖിലിനെ ആദരപൂർവ്വം ആരഭിയുടെ ഈ 25ാം വാർഷിക വേദിയിലേക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നന്നായിട്ട് അടിച്ചോ, പൈസ കൊടുക്കണ്ടല്ലോ. താങ്ക് യു. അതിന് ഒരുപാട് സന്തോഷം. ഇത്രയും സിംഹങ്ങൾക്കിടയിൽ ഒരു കസേര കിട്ടിയതിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരുപാട് പേർക്കൊപ്പമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അതുതന്നെ വലിയ സന്തോഷം. എനിക്ക് മുന്നേ ഇപ്പോൾ നേരത്തെ സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞതുപോലെ തുടങ്ങി വയ്ക്കുന്നതാണല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ വലുതായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഇതാവുന്നതോ സംഗീതത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനും അറിയില്ല. പക്ഷേ ആദ്യം മുതലേ എല്ലാവരും കുറച്ച് സംസാരിച്ചതുകൊണ്ടും എനിക്ക് കുറച്ചേ സംസാരിക്കാൻ അറിയത്തുള്ളൂ എന്നുള്ളതുകൊണ്ടും ഞാൻ സേഫാണ്. പിന്നെ ഈ ആരബിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നെയ്യാറ്റിങ്കര പോളിടെക്നിക് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഏതാണ്ട് ഒരു 4 വർഷത്തോളം കുഞ്ഞുനാളിൽ ഈ കാട്ടാക്കടയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഇതിൻ്റെ കാട്ടാക്കടയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിൽക്കുമ്പോൾ അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് ആരബി. ആരബിയായിട്ട് ആദ്യമായിട്ട് സഹകരിക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു പരിപാടി കാട്ടാക്കടയിൽ വെച്ചപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൂടെ നിന്നതും ആ പരിപാടി നടത്താൻ ഒക്കെ കൂടെ നിന്നത് ആരബിയായിരുന്നു. ഒന്ന് വിജയത്തിനും വൈഫിനെയൊക്കെ അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് മുതൽ കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ഇപ്പോൾ ഈ പരിപാടിക്ക് വിളിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. കാര്യം ഒരു നാട്ടിലെ 25 വർഷം മുമ്പ് തുടങ്ങിയ ചെറിയൊരു സംരംഭം 25 വർഷത്തിന് ശേഷം ഇത്രയും വലിയൊരു പരിപാടിയും ഇത്രയും വലിയ ഗസ്റ്റുകളെ വിളിച്ച് നടത്താൻ പാകത്തിന് അത് വളരണമെങ്കിൽ ആ നാട് ആ സംരംഭത്തിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ ഈ പരിപാടിയുടെ വലിപ്പം കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. കാര്യം ചെറിയൊരു പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്. വലിയ രീതിയിൽ ഒരു ഇവന്റ് പോലെ ഇത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് 2 ദിവസമായിട്ട് ഒരുപാട് ഗസ്റ്റുകളെ വിളിച്ച് അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടിരുത്തി ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ ഈ നാട് ഈ ആരബിക്ക് കൊടുക്കുന്ന സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം 25 വർഷം ഇത്രയും മുന്നോട്ട് ആരബിക്ക് സഞ്ചരിക്കണമെങ്കിൽ അത് ഉറപ്പായിട്ടും ആരബിയുടെ നടത്തിപ്പുകാർക്കപ്പുറം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ ഫാമിലിയും ആരബിക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഞാൻ വിളിച്ചെന്നായിരിക്കും. അപ്പോൾ അത് വലുതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം ഈ ഒരു വലിയ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്ഷണം കിട്ടിയതിൽ. വീണ്ടും ഒരുപാട് വാർഷികങ്ങൾ മുന്നോട്ട് പോയി 50, 75, 100 ഒക്കെ കഴിയുമ്പോൾ ഇവിടുന്ന് ആരബിയിൽ നിന്ന് ഒരുപാട് പേര് മലയാള സിനിമയിലും അല്ലെങ്കിൽ ഈ കലാമേഖലയിലും സംഗീത മേഖലയിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആരബിയും വളരട്ടെ, ആരബിയിലുള്ള എല്ലാ കലാകാരന്മാരും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരത്തെ തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.